ഊട്ടി കൂരൂരിൽ സൈനിക വെടിക്കോപ്പ് നിർമ്മാണശാലയിൽ സ്ഫോടനം 5 മരണം 10 പേർക്ക് പരിക്ക്. നൈട്രോഗ്ലിസറൈഡ് കണ്ടെയ്നറിൽ ഉണ്ടായ ചോർച്ചയാണ് അപകട കാരണമെന്ന് നിഗമനം. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രതിരോധ വകുപ്പിലെ വിദഗ്ധർ നാളെ കൂരൂരിലെത്തും. ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിലകം. 400 മീറ്റർ ഹഡിൽസിൽ जोसेफ इब्राहिम अश्विनी चिदानंदക്കും സ്വർണം. इस समय लीग में आ चुके हैं. स्वर्ण पदक के लिए भारत की दौड़ शुरू हो चुकी है. यहाँ पे जोसेफ के रूप में Ashwini looking set for that gold medal which was expected after her performance yesterday, and she comes in कि लास्ट के हर्डल्स में जोसेफ ने भारत को एक स्वर्ण पदक और दिला दिया. जोसेफ ने भारत को एक और स्वर्ण पदक दिला दिया. 56.16 which will be a personal best for her. 400 मीटर हर्डल्स में जोसेफ ने रिकॉर्ड बना दिया है. ബോക്സിംഗിൽ വികാസ് കൃഷ്ണന് സ്വർണം. 800 മീറ്ററിൽ ടിന്റുവിന് വെങ്കലം. വായ്പാ തട്ടിപ്പ് കേസിൽ കേന്ദ്ര സർക്കാർ ഇടപെടുന്നു. അന്വേഷണം കേന്ദ്ര ധനമന്ത്രി പ്രണബ് മുഖർജിയുടെ മേൽനോട്ടത്തിൽ. LIC ഹൌസിംഗ് ഫിനാൻസ് CEO R രാമചന്ദ്രൻ നായരെ സസ്പെൻഡ് ചെയ്തു. VK ശർമ്മ പുതിയ CEO. സ്പെക്ട്രം വിഷയത്തിൽ പാർലമെന്റ് 10ാം ദിവസവും സ്തംഭിച്ചു. അഴിമതിയെക്കുറിച്ച് ചൊവ്വാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ CBIയോട് സുപ്രീംകോടതി. രാജയെയും ടെലികോം സെക്രട്ടറിയും എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ലെന്ന് വ്യക്തമാക്കണം. എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. എൻഡോസൾഫാൻ സമ്പൂർണ്ണമായി നിരോധിക്കണമെന്ന് ഡോക്ടർ M. സ്വാമിനാഥൻ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.